ഗൈസ് വെൽക്കം ബാക്ക്. ഗൈസ് അപ്പോൾ നമ്മുടെ ഡോമിനാർ 400 ചെയിൻ വീണ്ടും ലൂബ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് ലേറ്റായിപ്പോയി. നമ്മൾ ഈ ഒരു ബൈക്ക് ഇപ്പോൾ കുറച്ച് എടുക്കാതെ വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ലൂബൊന്നും ചെയ്യാത്തതുകൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഈ ഒരു ചെയിൻ ലൂബ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചെയിൻ്റെ ലൈഫിനെയും ബൈക്കിൻ്റെ പെർഫോമൻസിനൊക്കെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ ഈ ഡോമിനാർ 400 ഈ ഒരു ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ക്ലീനറും ലൂബും ട്രൈ ചെയ്തിട്ടുണ്ട്. TRM, അതേപോലെ T ബോൾട്ട്, ഈ ഒരു ബ്രാൻഡിൻ്റെ ഒക്കെ ക്ലീനറും ലൂബും നമ്മൾ ട്രൈ ചെയ്തിരുന്നു. ഗൈസ് അപ്പോൾ നമ്മൾ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ക്ലീനറും ലൂബും ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ TRMൻ്റെ, മോട്ടൂളിൻ്റെ, അതേപോലെ തന്നെ T ബോൾട്ട്, ഈ ഒരു ബ്രാൻഡിൻ്റെ ഒക്കെ ക്ലീനറും ലൂബും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗ്ലോസിൽ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ക്ലീനറും അതേപോലെ തന്നെ ചെയിൻ ലൂബാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ ക്ലീനറിൻ്റെ ലൂബിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ക്ലീനറും ലൂബും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു ഗ്ലോസ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിൻ്റെ ക്ലീനറും ലൂബും എത്രത്തോളം റിസൾട്ട് തരുന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു ചെയിൻ ക്ലീനർ യൂസ് ചെയ്ത് ചെയിൻ നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ റേറ്റിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ MRP കൊടുത്തിട്ടുള്ളത് ക്ലീനറിന് 216 അതേപോലെ തന്നെ ലൂബിന് 204 കഴിച്ചപ്പോൾ നമ്മുടെ ക്ലീനർ യൂസ് ചെയ്യാൻ വേണ്ടി ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഈ ഒരു ക്ലീനർ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എല്ലാ തവണയും ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ചെയിൻ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ആ ബ്രഷ് മിസ്സായി. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രഷ് യൂസ് ചെയ്യുന്നില്ല. ഗൈസ് അപ്പോൾ നമ്മൾ ക്ലീനർ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ഇതേപോലെ ഒരു നോർമൽ ബ്രഷ് വെച്ചിട്ടാണ് ഈ ഒരു ചെയിൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ബ്രഷൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും സ്റ്റാർട്ടിങ്ങിലിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുക. നമ്മൾ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിരുന്നു. നമ്മളങ്ങനെ സ്റ്റാർട്ടിങ്ങിലിട്ട് ഇതേപോലെയുള്ള ചെറിയ ബ്രഷൊക്കെ വെച്ച് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഇതിനകത്ത് കുടുങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ക്ലീനറും ഈ ഒരു ബ്രഷും വെച്ചിട്ട് നമ്മൾ ചെയിനൊന്ന് അത്യാവശ്യം നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ക്ലോത്ത് വെച്ച് നന്നായി ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്ലൗസിൻ്റെ ഈ ഒരു ലൂബ് കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ചെയിൻ്റെ എല്ലാ ബോക്സിലും എത്തുന്ന രീതിയിൽ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ചെയിനിൽ കംപ്ലീറ്റ് നമ്മുടെ ഈ ഒരു ഗ്ലോസിൻ്റെ ലൂബും അപ്ലൈ ചെയ്തു. നമ്മുടെ ചെയിൻ അത്യാവശ്യം നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ലൂബ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റാകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വെക്കാം. നമ്മൾ ഈ ഒരു ലൂബ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ചെയിൻ്റെ അവസ്ഥ വളരെ ശോകമായിരുന്നു. നന്നായി റെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ക്ലീനർ വെച്ച് മാക്സിമം ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലീനർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ജസ്റ്റ് അറ്റ് യൂസിന് ഈ ഒരു ക്ലീനർ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ ചെറിയ ലീക്കും ഉണ്ടായിരുന്നു. ഈ ഒരു ക്ലീനറിൻ്റെ ഈ ഒരു ലൂബിൻ്റെ റിസൾട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ലൂബ് ഓക്കെയാണ്. ക്ലീനർ അത്രയ്ക്കൊരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മൾ മുമ്പ് വേറെ പല ബ്രാൻഡ്സിൻ്റെയും ക്ലീനറും ലൂബും അപ്ലൈ ചെയ്തിരുന്നു. T ബോൾട്ട്, TRM പോലുള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ ക്ലീനറും ലൂബും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു T ബോൾട്ട് അല്ലെങ്കിൽ TRM ഇതിൻ്റെയൊക്കെ അല്ലെങ്കിൽ റെഡ് ഡൗൺ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഒക്കെ ക്ലീനറാണ് കുറച്ചുകൂടി എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത്. ലൂബ് ഓക്കെയാണ്. ലൂബ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടിപ്പം ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ. നമ്മുടെ ഈ ഒരു ഗ്ലോസിൻ്റെ
ക്ലീനറും ലൂബും യൂസ് ചെയ്തതിൻ്റെ ചെറിയൊരു വീഡിയോ ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.